ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായി നിരവധി കുടുംബങ്ങൾ. തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പൂപ്പാറയിലെത്തി കച്ചവടം നടത്തി വരുന്ന ജാഫർ അലിയും ഭാര്യയും സങ്കടങ്ങളുടെ ആഴക്കടലിലാണ്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ഇവർക്ക് അവശേഷിക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ. കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ. വരുമാനമാർഗം നിലച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളാണ് പൂപ്പാറയിലുള്ളത്. 40 വർഷം മുൻപ് തമിഴ്നാട് ഗൂഡലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് വിട്ടുകിട്ടിയ പണം നൽകി പൂപ്പാറയിൽ ഒരു കൊച്ചു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫർ അലിയും കുടുംബവും. കടയും വീടും എല്ലാം ഈ കൊച്ചുമുറിയാണ്. രോഗിയായ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. இதை விட்டு எங்களுக்கு காலி பண்ணி போகிறதுக்கு எங்களுக்கு இடமில்லை சாரே, இடமில்லை. இதை விட்டு போனாக்கா எங்களுக்கு வழியே இல்லை. நாங்கள் சாகிறது வேறு வழியே இல்லை. 3 பிள்ளைகளை வச்சுக்கிட்டு கொண்டுக்கிட்டு இங்கே தான் கஞ்சி குடிச்சிக்கிட்டு இருக்கிறோம், சாப்பிட்டுக்கிட்டு இருக்கோம். என் பிள்ளைங்க 3 இங்கே தான் படிக்குதுங்க. பிள்ளை பீச்சு கட்ட கூட இப்போ காசு இல்லை. அந்த சாதனம் பூரா கேடா போயிருக்கு. சாதனம் பூரா என்ன கேடா போயிருக்கு. பூரா தக்காளி கத்திரிக்காய் இந்த காய்கறி பூரா வீணாக போயிருக்கு. நேரம் மருந்து சாப்பிடுதுங்க சார். தலையில் 3 ஆப்ரேஷன் பண்ணியிருக்காங்க. ஆப்ரேஷன் பண்ணி இப்போ மாத்திரை வாங்குறது கூட எனக்கு வழி இல்லாமல் இப்போ உட்காந்துருக்குதுங்க சார். மாத்திரை மருந்து வாங்க கூட வழி இல்லை எனக்கு. വീടും കടമുറിയും ഒന്നായതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തില്ല. തൽക്കാലം താമസിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതം ആശങ്കയുടെ നിഴലിലാണ്. எல்லாமே ஒன்று இப்போ 30 கொலை இவ்வளோ வந்து தாமசமாக கடையும் பிள்ளாருக்கும் ஜீவிதம் நடக்குதுண்டு இவ்வளோ நடத்திட்டு இருக்குது. வேறு வழி இல்லாமல் வேறு எங்கே போகணுன்னு எங்களுக்கு அறியில்ல. வேறு பொழப்பு இது தானே, கடை தானே பொழப்பு, வீடு தாமசம் வீடு தானே தாமசம். வேறு எவ்வளோ போவாலும் இது சாத்தியம் இல்லை. எவ்வளோ பொறையில் விட்டாலும் சாணம் ரோட்டில் கிடந்தாலும் யாரும் அறியத்தில்லை. பிள்ளாரை வச்சு இது எவ்வளோ போகணும்னு அறியத்தில்லை. மருந்து குடிக்கலாம் சாத்தியம் உண்டு. இது ചത്തു പോകാനോ വഴിയില്ലാതെ കൊണ്ട് വേറെ വഴിയില്ല. ഇത് കനത്ത പ്രതിഷേധം മറികടന്ന് പന്നിയാർപ്പുഴയുടെ തീരത്തെ 46 കടമുറികളും 39 വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. പൂട്ടിയ കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് വിറ്റുതീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.